നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വാച്ചബിൾ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ഞങ്ങൾ കളിക്കും എന്ന് പറഞ്ഞു വന്ന ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ സംഘത്തെ ആദ്യ മത്സരത്തിൽ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു ടീം ഇന്ത്യ. അതാണ് T20I സീരീസിലെ ആദ്യ മത്സരം കഴിയുമ്പോഴുള്ള ഒരു ഫീല്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഓരോ കളിക്ക് ശേഷവും നമ്മൾ റിവ്യൂ നടത്താറുണ്ട്. അപ്പോൾ ആദ്യ മത്സരത്തിൻ്റെ റിവ്യൂവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടീമിൻ്റെ ഒരു ആധിപത്യം, അത് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലത്തെ കളിയിൽ. അത് ഇംഗ്ലണ്ടിന് ഉണ്ടാക്കുന്ന ഷോക്ക് വലുതായിരിക്കും. അടുത്ത മത്സരങ്ങളിൽ അത് നന്നായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുന്നിൽ അവർ നന്നായിട്ട് മുട്ടിടിക്കുന്നുണ്ട്. ചെപ്പോക്കിലാണ് അടുത്ത മത്സരം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കൂടുതൽ സ്പിന്നേഴ്സിന് പ്രാധാന്യമുള്ള പിച്ചിൽ ഇംഗ്ലണ്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ആദ്യ മത്സരം ഇന്ത്യ 43 പന്തുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് വിജയിച്ചു കയറുന്നത്. അത് ബോൾ റിമൈനിങ് കണക്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണ് ഇംഗ്ലണ്ടിനെതിരെ. വെറും 132 റൺസിനാണ് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടത് 133 റൺസ്. ജോസ് ബട്ട്ലറുടെ 68 റൺസ് കൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ, അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ പരിതാപകരമായേനെ. അർഷ്ദീപ് സിംഗ് കിടിലൻ തുടക്കമിട്ടു. പിന്നെ വരുൺ ചക്രവർത്തി കയറി അങ്ങ് അവരുടെ മിഡിൽ ഓർഡർ തകർത്ത് തരിപ്പണമാക്കി. അവിടെ ഇംഗ്ലണ്ട് ടീമിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയായിരുന്നു. ഇന്ത്യൻ ബാറ്റിങ്ങിലാണെങ്കിൽ സഞ്ജു തിരികൊളുത്തി, അഭിഷേക് ശർമ്മ ആളിക്കത്തി. അതാണ് നമുക്കവിടെ പറയാനുള്ളത്. ഇനി കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് വരികയാണെങ്കിൽ, ഈ ഒരു മത്സരം നമ്മൾ നോക്കുമ്പോൾ ടോസ് ലഭിച്ചാൽ 2 നായകന്മാരും ബോൾ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് എത്തിയിരുന്നത്. കാരണം കൊൽക്കത്തയിലെ മത്സരം രാത്രി 7 മണിക്ക് തുടങ്ങുമ്പോൾ ഓൾറെഡി എയറിൽ ഡ്യൂ ഉണ്ടായിരുന്നു. ആ ഡ്യൂ ഹെവി ആവും രണ്ടാം ഇന്നിങ്സിൽ എന്നതും ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ടോസ് ലഭിച്ചാൽ ബൗൾ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ എത്തിയ നായകന്മാർക്ക് ഒരാൾക്കാണല്ലോ ഇപ്പോൾ അതിന് കഴിയുക. അങ്ങനെ ടോസ് ലഭിച്ച സൂര്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ തന്നെ പണി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. പിച്ചിൽ കുറഞ്ഞൊരു അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ ആവട്ടെ ഒരു പേസറെ മാത്രം വെച്ചുകൊണ്ട് ഒരേ ഒരു ഫ്രണ്ട് ലൈൻ പേസർ, പിന്നെ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ട് ന്യൂ ബോൾ ഷെയർ ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇറങ്ങി ആ കണ്ടീഷൻസ് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. തുടക്കത്തിൽ തന്നെ അർഷ്ദീപ് സിംഗ് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി. 2 ഓപ്പണേഴ്സിനെയും അദ്ദേഹത്തിൻ്റെ 11 പന്തുകൾക്കിടയിൽ മടക്കി വിട്ടു. അതായത് ആദ്യത്തെ 2 ഓവറുകളിലായിട്ട് മടക്കി വിട്ടു. ഫിൽ സാൾട്ടും ബെൻ ഡെക്കറ്റും അങ്ങനെ മടങ്ങിപ്പോയി. സോ ആ 2 വിക്കറ്റുകൾ വന്നതോടുകൂടി അർഷ്ദീപ് സിംഗ് ഇന്ത്യക്ക് വേണ്ടി T20Iയിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുക്കുന്ന താരമായിട്ട് മാറി. 97 വിക്കറ്റുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. യശ്വന്ത് ചാഹലിനെ മറികടന്നിരിക്കുന്നു. അപ്പോൾ ആ 2 വിക്കറ്റുകൾ വീണതിന് ശേഷം ഇംഗ്ലണ്ടിനെ രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. ബട്ട്ലറുടെ പുറത്താകൽ 17ാമത്തെ ഓവറിലാണ്. അതുവരെ ബട്ട്ലർ നിൽക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. 68 റൺസാണ് അദ്ദേഹം എടുത്തത്. അതായത് ആ ഘട്ടത്തിൽ സ്കോർ ബോർഡിലുണ്ടായിരുന്ന 109 റൺസിൽ 68ഉം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. ഹാരി ബ്രൂക്ക് മാത്രമാണ് ബാറ്റർമാരിൽ അദ്ദേഹത്തോടൊപ്പം ഡബിൾ ഫിഗേഴ്സിലേക്ക് എത്തിയത്. പിന്നെ ജോഫ്രെ ആർച്ചർ നമ്പർ 9 ആയിട്ട് വന്നുകൊണ്ട് 12 റൺസ് അടിക്കുകയായിരുന്നു. ബാക്കി ബാറ്റർമാർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹാരി ബ്രൂക്കിൻ്റെ 17 റൺസ് എന്ന് പറയുമ്പോൾ ബട്ട്ലർക്കൊപ്പമുള്ളൊരു 48 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടി ചേർന്നുകൊണ്ട് ടീമിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വരുൺ ചക്രവർത്തിയുടെ മാജിക്കൽ ബോളുകൾ വരുന്നത്. അദ്ദേഹം ഹാരി ബ്രൂക്കിനെയും ലിയാം ലിവിങ്സ്റ്റണെയും 3 പന്തുകൾക്കിടയിൽ മടക്കി വിട്ടു. ആദ്യം ഹാരി ബ്രൂക്കിനെ പറഞ്ഞു വിട്ടു, പിന്നാലെ ലിയാം ലിവിങ്സ്റ്റൻ്റെ സ്റ്റമ്പിളക്കി. അതോടുകൂടി ഇംഗ്ലണ്ടിൻ്റെ പണി കഴിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ മിഡിൽ ഓർഡർ അവിടെ കൊളാപ്സ്ഡ് ആവുന്ന കാഴ്ച. ഒടുവിൽ ഒരു വിക്കറ്റ് കൂടി അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് ജോസ് ബട്ട്ലറുടേതാണ്. ജോസ് ബട്ട്ലർ ഒരു 6 അടിച്ച് തൊട്ടടുത്ത പന്തിൽ വീണ്ടും അത്തരത്തിലൊരു ശ്രമത്തിന് പോകുമ്പോൾ ഡീപ്പ് സ്ക്വയറിലേക്ക് പിടികൊടുത്ത് പോവുകയായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾ പൂർണ്ണമായിട്ടും അവിടെ അവസാനിക്കുകയും ചെയ്തതാണ്. പിന്നീട് സംഭവിക്കുന്ന കാര്യം, ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട് ജോഫ്രെ ആർച്ചർ. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. മികച്ച രൂപത്തിലുള്ള ബൗളിംഗാണ് ജോഫ്രെ ആർച്ചർ പുറത്തെടുത്തത്.
മറ്റൊന്നും ചെയ്യാൻ ആ ഘട്ടത്തിൽ ഇംഗ്ലീഷ് ബൗളർമാർക്ക് വേറെ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ ചേർത്ത് പറയണം. ആദ്യ ഓവറിൽ സഞ്ജുവിനെതിരെ അദ്ദേഹം നന്നായിട്ട് എറിഞ്ഞു. രണ്ടാമത്തെ ഓവർ എറിയാൻ വന്ന ഗസ് അറ്റ്കിൻസന് നന്നായിട്ട് പണി കിട്ടുകയും ചെയ്തു. സഞ്ജു സാംസൺ മനോഹരമായ 4 ഫോറുകളും ഒരു സിക്സറും അടിച്ചുകൊണ്ട് ആവേശത്തിന് തിരികൊളുത്തുകയായിരുന്നു. എന്നാൽ പിന്നാലെ സഞ്ജു സാംസണിനെ പറഞ്ഞു വിടുന്നു ജോഫ്രെ ആർച്ചർ. കഴിഞ്ഞില്ല. നായകൻ സൂര്യകുമാർ യാദവിനെയും പറഞ്ഞു വിട്ടു. അങ്ങനെ ഇംഗ്ലണ്ടിന് എന്തെങ്കിലും ഒരു സാധ്യത തോന്നിച്ചിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. 40 റൺസോളം വിക്കറ്റൊന്നും പോവാതെ എടുത്ത ഇന്ത്യ പൊടുന്നനെ 2 വിക്കറ്റുകൾ വീണ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയായിരുന്നു. ഇംഗ്ലീഷ് ബൗളർമാരിൽ ഏറ്റവും മനോഹരമായിട്ട് എറിഞ്ഞത് അദ്ദേഹമാണ്. 4 ഓവറുകൾ തുടർച്ചയായിട്ട് അങ്ങ് കൊടുക്കുകയാണ് ക്യാപ്റ്റൻ ചെയ്തത്. മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടുകൂടിയായിരിക്കണം. കാരണം ഒരു ഓവർ അവസാനത്തേക്ക് ബാക്കി വെക്കാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. വിക്കറ്റുകൾ എടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അപ്പോൾ വിക്കറ്റ് ടേക്കിംഗ് ത്രെട്ട് ആ സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ജോഫ്രെ ആർച്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ജോസ് ബട്ട്ലർ പോയിട്ടുള്ളത്. എന്നാൽ സഞ്ജു പോയതിന് ശേഷം അഭിഷേക് ശർമ്മ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ ആദിൽ റഷീദ് അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അത് വലിയ തിരിച്ചടിയായിട്ട് പിന്നീട് ഇംഗ്ലണ്ടിന് മാറുകയും ചെയ്തു. അടിച്ച് കളിക്കുന്ന അഭിഷേക് ശർമ്മയെ നമ്മൾ കണ്ടു. അഭിഷേക് 16 പന്തിൽ 29 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് പോകുന്നത്. അടുത്ത 4 പന്തുകൾ കൂടി കഴിയുമ്പോൾ അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് പോവുകയാണ് എന്നതും ശ്രദ്ധിക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആക്രമണം അങ്ങ് അഴിച്ചു വിട്ടപ്പോൾ ഇംഗ്ലണ്ടിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ബാക്കി ബാറ്റർമാർ എന്ന് പറയുമ്പോൾ തിലക് വർമ്മ നോക്കി നിൽക്കവേ മറുഭാഗത്ത് ആഞ്ഞടിക്കുന്ന അഭിഷേക് ശർമ്മ. ഒടുവിൽ ആ ഒരു ക്യാച്ച് വിജയിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ഔട്ടാവുകയാണ് ചെയ്തത്. എന്നാൽ പോലും അപ്പോഴേക്കും കളി പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സോ ഈ കളി പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ആധിപത്യമാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശങ്കകൾ അവർക്ക് സമ്മാനിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. നമ്മൾ സ്കോർ കാർഡ് കൂടി ഒന്ന് വിശദമായിട്ട് നോക്കി അതിനോടൊപ്പം കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഫിൽ സാൾട്ടും ബെൻ ഡക്കറ്റും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ചൊരു സ്റ്റാർട്ട് കൊടുക്കുമെന്ന് ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഫിൽ സാൾട്ടിനെ ഈ ഗ്രൗണ്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പ്രകടനം പ്രതീക്ഷിച്ചു. പക്ഷേ അർഷ്ദീപ് സിംഗ് വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. പന്തിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ കഴിയാതെ ടോപ്പ് എഡ്ജ് കൊണ്ട് ബോൾ വളരെ ഉയരത്തിൽ പൊങ്ങി സഞ്ജു സാംസൺ പിടിച്ച് പുറത്താവുകയായിരുന്നു. ഫിൽ സാൾട്ട് 3 പന്തിൽ നേരിട്ട് 0 റൺസ്. ബെൻ ഡക്കറ്റിനും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് അർഷ്ദീപ് സിംഗിൻ്റെ പന്തിൽ പുറത്താക്കുമ്പോൾ 4 പന്തുകളിൽ നിന്ന് 4 റൺസ് മാത്രമാണ് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബ്രൂക്കും ബട്ട്ലറും ചേർന്നുള്ള കൂട്ടുകെട്ട്. ബ്രൂക്ക് 17 റൺസുമായിട്ട് മടങ്ങി. വരുൺ ചക്രവർത്തിയുടെ ആ ഒരു മിഡിൽ ഓർഡർ തകർക്കൽ പരിപാടി അവിടെ തുടങ്ങിയായിരുന്നു. ലിയാം ലിവിങ്സ്റ്റൺ തൊട്ടു പിന്നാലെ 2 പന്തിൽ നിന്ന് ഡെക്കായിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം ഹാരി ബ്രൂക്ക് 17ഉം ലിയാം ലിവിങ്സ്റ്റൺ ഡെക്കും. ജേക്കബ് ബെത്തൽ വലിയ പ്രതീക്ഷയാണ് ജേക്കബ് ബെത്തൽ ഇവിടുത്തെ RCB ആരാധകർക്കുള്ളത്. പക്ഷേ ഇന്നലെ നന്നായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു. ഒരു സ്ട്രഗ്ലിംഗ് ഇന്നിങ്സ് ആയിരുന്നു. 14 പന്തിൽ നേരിട്ട് 7 റൺസ്. ഒടുവിൽ പാണ്ഡ്യയുടെ പന്തിൽ അഭിഷേക് ശർമ്മ പിടിച്ച് പുറത്തായി. അതുപോലെ തന്നെ ജെയ്മി ഒവേർട്ടനാവട്ടെ നിതീഷ് കുമാറിൻ്റെ മികച്ചൊരു ക്യാച്ച്, പട്ടേലിന് വിക്കറ്റ് കൊടുക്കുന്നു, 2 റൺസ്. അറ്റ്കിൻസനെ സഞ്ജു സാംസൺ സ്റ്റംപ് ചെയ്ത് പറഞ്ഞു വിടുകയാണ് പട്ടേലിൻ്റെ പന്തിൽ ചെയ്ത്. 2 റൺസാണ് അദ്ദേഹവും എടുത്തത്. പിന്നെ ഒരു ഡബിൾ ഫിഗർ നമ്മൾ പറഞ്ഞല്ലോ. ആർച്ചർ 12 റൺസ് പാണ്ഡ്യയുടെ പന്തിൽ നിന്ന് അദ്ദേഹം പുറത്താകുന്നു. ആദിൽ റഷീദ് 8 റൺസുമായിട്ട് പുറത്താകുന്നു. മാർക്ക് വുഡ് 1 റൺസ്. ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്കോർ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം കൂടി എടുത്ത് പറയണം. ഇന്ത്യയുടെ ഭാഗത്ത് മികച്ച ഫീൽഡിങ് നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം ആ ക്യാച്ചുകളൊക്കെ നിതീഷ് കുമാറിൻ്റെ ക്യാച്ചുകളൊക്കെ വളരെ മികച്ചതായിരുന്നു. സോ ഫീൽഡിങ്ങിലുള്ള ആധിപത്യം കൂടി ഇന്ത്യക്കാണ് എന്ന് പറയേണ്ടി വരും. ബൗളിങ്ങിൽ നമ്മൾ എന്തായാലും കൈയടിക്കേണ്ടത് വരുൺ ചക്രവർത്തിക്കും അർഷ്ദീപിനുമാണ്. 4 ഓവറിൽ 17 റൺസിന് 2 വിക്കറ്റ് അർഷ്ദീപ് എടുത്തപ്പോൾ 4 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റാണ് വരുൺ ചക്രവർത്തി എടുത്തത്. അക്സർ പട്ടേൽ 4 ഓവറിൽ 22 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഹാർദിക് പാണ്ഡ്യ ഒരല്പം എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം ഇംഗ്ലീഷ് ഇന്നിങ്സിൻ്റെ 2ാമത്തെ ഓവറിലൊക്കെ അദ്ദേഹത്തിന് നേരെ ആക്രമണം സംഭവിച്ചു. അപ്പം അദ്ദേഹം ഒരു ഓവറിലുണ്ടായിട്ടുള്ള ഡാമേജ് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഫിഗർ 4 ഓവർ 42 2 എന്ന രൂപത്തിലാണ്. ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ സഞ്ജു സാംസൺ ആർച്ചറുടെ പന്തിൽ അറ്റ്കിൻസൺ പിടിച്ച് പുറത്താക്കുമ്പോൾ 20 പന്തിൽ നിന്ന് 26 റൺസാണ് എടുത്തിരുന്നത്. അഭിഷേക് ശർമ്മ റാഷിദിൻ്റെ പന്തിൽ ഹരിബ്രൂക്ക് പിടിച്ച് പുറത്താക്കുമ്പോഴേക്കും 79 റൺസ്, 34 പന്തിൽ നിന്ന് 79 റൺസ് അടിച്ചിരുന്നു. സൂര്യ ഡക്കായി ആർച്ചറാണ് പറഞ്ഞു വിട്ടത്. തിലക് വർമ്മ 16 പന്തിൽ നിന്ന് 19 റൺസുമായിട്ടും ഹാർദിക് പാണ്ഡ്യ 4 പന്തിൽ നിന്ന് 3 റൺസുമായിട്ടും
വിജയിക്കുന്ന ഘട്ടത്തിൽ ക്രീസിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ടീമിൽ 4 ഓവറിൽ 21 റൺസിന് 2 വിക്കറ്റ് എടുത്ത ജോഫ്രെ ആർച്ചറാണ് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിരിക്കുന്നത്. അതേസമയം ഗസ് അറ്റ്കിൻസിനെ നോക്കുക, സഞ്ജുവിൻ്റെ ആക്രമണത്തിന് ഇരയായി. അദ്ദേഹത്തിൻ്റെ ഇക്കണോമി എന്ന് പറഞ്ഞാൽ 19 2 ഓവറിൽ 38 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ആദിൽ റഷീദിനും അടികിട്ടി. 2 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റ്. 13 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ് വന്നത്. ചുരുക്കത്തിൽ അടുത്ത ഒരു മത്സരം ചെപ്പോക്കിൽ നടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശരിയാക്കേണ്ടതുണ്ട്, ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ കളിക്ക് ശേഷം ജോസ് ബട്ട്ലർ അക്കാര്യം തുറന്നു പറയുകയുണ്ട്. ഞങ്ങൾ അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാനാണ് ശ്രമിച്ചത്, പക്ഷേ ഞങ്ങളെക്കാൾ അൾട്രാ അഗ്രസീവായിട്ടാണ് ടീം ഇന്ത്യ കളിച്ചത്, അതാണ് പ്രശ്നമുണ്ടായത് എന്ന്. സോ അവരെന്തായാലും ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ ആ ഒരു വാച്ചബിൾ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കാൻ അടുത്ത കളിയിലും ശ്രമിക്കും. പക്ഷേ ചെപ്പോക്കിലെ പിച്ചാണ്, നമ്മുടെ സ്പിന്നർമാർക്ക് തന്നെയായിരിക്കും ആധിപത്യം. ഇപ്പോൾ ഇതേ റെസിപ്പി വെച്ചുകൊണ്ട് ഇതിനു മുമ്പും ഇന്ത്യ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ സ്പിൻ ബൗളിങ്ങിന് മുന്നിൽ ഇന്ത്യക്കെതിരെ അവർ മുട്ടിടിക്കുന്നത് പലവട്ടം നമ്മൾ കണ്ടു. അത് തന്നെയാണ് വീണ്ടും നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാവട്ടെ, അതിനു മുമ്പ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്ന ഘട്ടത്തിലാകട്ടെ, ഒക്കെ ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുന്നിൽ അവർ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ്. അതിനിപ്പോൾ എത്ര ലോകോത്തര വെടിക്കെട്ട് ബാറ്റർമാർ അവരുടെ നിരയിലുണ്ടെന്ന് പറഞ്ഞാലും അത് തന്നെ സംഭവിക്കുന്നു. ഇന്ത്യൻ സ്പിന്നേഴ്സിനെതിരെ ഇന്ത്യൻ കണ്ടീഷനിൽ അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്താണ് ഈ സീരീസിലെ അവരുടെ ഭാവി. കാത്തിരിക്കാം 25-ാം തീയതി ചെപ്പോക്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.